ഹലോ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും വിഷു ആശംസകളെ. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം എന്നറിയോ? വൈറ്റ് റം. ഇത് ന്യൂസിലാൻഡിൻ്റെ സ്വന്തം വൈറ്റ് റമ്മാണ്. ന്യൂസിലാൻഡിൽ ഉണ്ടാക്കുന്ന വൈറ്റ് റമ്മാണ്. പേര് മെക് ജാഗറി. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ വൈറ്റ് റമ്മിൻ്റെ പോലെ അല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ നമുക്കത് ഒരെണ്ണം ഒന്ന് അടിച്ചു നോക്കാം. സമയം കളയണ്ട നമുക്ക്. ഇതിൻ്റെ കുപ്പിയുടെ പ്രസൻറ്റേഷനൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഓ, ചെറിയൊരേ ഞാൻ പണ്ട് കഴിക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഒരു കോക്കനട്ടിൻ്റെ സ്മെല്ല് ഇതിൽ വരും. നമുക്ക് ആദ്യം ഒരു ചെറുതെടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഒന്ന് പാലറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെറുതെടുത്തിട്ട് ഇതിൽ ശരിക്കും എഴുതിയേക്കണത് ലൈം ഒഴിച്ച് കഴിക്കണം എന്നാണ് ഇതിൽ ശരിക്കും എഴുതിയേക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പാലറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. നല്ല രസമുള്ള മണം കേട്ടോ. ആ ഒരു നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുക്കി കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു മണം വരില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മണത്തിൻ്റെ ടച്ച് ഉണ്ട് നമുക്ക്. നമുക്ക് നല്ലൊരു മധുരത്തിന് ഫ്ലേവർ ഉണ്ട്. ബെക്കാടി എന്ന് അടിക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് വേറെ ടേസ്റ്റാണ്. അത് വേറെ വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നമ്മുടെ കുറച്ച് ചെറുപയറൊന്ന് വിഷുവൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു ചെറുപയറും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് ചെറുപയർ എടുത്തു. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ നമ്മളൊരു 15 അടിച്ചത്. ഒരു 30 എടുത്തിട്ട് ഞാൻ സാധാരണ കരിക്കുമ്പള്ളം വെച്ചിട്ട് കഴിക്കുക. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ലൈമാണ് ആക്ച്വലി ഒഴിക്കേണ്ടത്. നമുക്കിവിടെ ലെമണാണല്ലോ ഒഴിച്ചിട്ടുള്ള എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ലെമൺ ഒഴിച്ച് കഴിക്കാൻ എല്ലാ സാധനവും അടിപൊളിയായിരിക്കും. നിങ്ങളുണ്ടല്ലോ വിഷുവായിട്ട് ഏതൊക്കെയാണ് കഴിക്കണമെന്നും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞ പോലെ സേഫായിട്ട് കഴിക്കുക, റെസ്പോൺസിബിലിറ്റി അടിക്കുക, വിഷു അടിച്ചു പൊളിക്കുക. പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്ക് പടക്കം പൊട്ടിക്കണതും, ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടേ, അപ്പോൾ രാവിലെ എണീച്ചിട്ട് പറഞ്ഞു പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് വരണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരുത്തിയാൽ പറയണേ, രാവിലെ എണീച്ച് കുളിക്കണോ സിംസ? ഞങ്ങൾ പ്രീ ഡിഗ്രി ഗ്രൂപ്പ് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ നല്ല കട്ട സെറ്റാണ് എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി എന്തെങ്കിലും ഒന്ന് കുളിക്ക്. അല്ല, ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ കുളിക്കും, ഒരു അവധി ദിവസമല്ലേ, അപ്പോൾ ഒന്ന് മടി പിടിച്ചിരിക്കാം. ഞാൻ പറഞ്ഞ വിഷുവല്ലേ. അപ്പോൾ ഉണ്ടല്ലോ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കാണ്ട് എല്ലാവരും കുളിച്ച് കൂറിയൊക്കെ തൊട്ട് എന്നെപ്പോലെ സുന്ദരനും സുന്ദരികളുമായിട്ട് വിഷു ആഘോഷിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പോൾ ഞാനിന്ന് അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ. ബൈ ബൈ.